നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. മൂന്നാം പിണറായി സർക്കാർ വരുമോ അതോ LDF മാറി UDFിനൊരു ട്രെൻഡിങ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെ കാണുമോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. LDF വരികയില്ല, ഇല്ല, അത്രയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മതി, ഇനി കുറച്ച് മാറി ഭരിക്കട്ടെ. മെയ് 4-ാം തീയതി 11 മണിക്ക് UDFിൻ്റെ തരം കോയിക്കും. കാരണം ഒരു 25 പേര് MLA തോറ്റെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ മൂന്നാം വട്ടവും വരും, അത് ഉറപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തമ്മിലടി അത്രയ്ക്ക് അറിയാം, ജനം ഇതൊക്കെ കണ്ട് മടുത്തു. AD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100-ൽ മുകളിൽ സീറ്റ് വാങ്ങിച്ച് UDF അധികാരത്തിൽ വരും. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഒരു പച്ചക്കറി ആയാലും വേണ്ടില്ല, മത്സ്യമാംസം ആയാലും വേണ്ടില്ല, അരി ആയാലും വേണ്ടില്ല, എന്തിനായാലും. ഇപ്പം ഗ്യാസിൻ്റെ പണിയും തീർന്നു കഴിഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആർക്കും ജീവിക്കണ്ടല്ലോ. ഓട്ടോ ചാർജ് ആണെങ്കിൽ ഉള്ള കുണ്ടും കുഴിയിൽ ഞങ്ങൾക്ക് ചാടിയിട്ട് കിട്ടുന്നത് 3/4 ഭാഗം വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങളും ജീവിക്കേണ്ട, ഒരു കുടുംബം ജീവിക്കുന്ന. പിന്നെ മറ്റാരുണ്ട് LDF അല്ലാതെ? അതിനുള്ള വികസനം നടന്നിട്ടില്ല നാട്ടിൽ. ഇപ്പോൾ കേരളമാണെന്ന് കണ്ടറിയില്ല, പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള വികസനം നടന്നിട്ടുണ്ട്. പിന്നെ മറ്റേ മുന്നണിയിൽ ആര് ഭരിക്കാനാണ്? തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് പറ്റിയ നല്ല കാര്യമല്ലേ? നല്ല ഭരണം കാഴ്ചവെക്കണവർ നമ്മ ഉണ്ടാവും അവരുടെ കൂടെ, അത്രേ ഉള്ളൂ. നല്ല ഭരണം കാഴ്ചവെക്കണ ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ടാവും. അതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര് വന്നാലും നമ്മൾ പണിയെടുക്കണം, നമുക്ക് ജീവിക്കണമെങ്കിൽ. നല്ല രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പിന്നെ ഇപ്പോൾ ഒരു 10 കൊല്ലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അടുത്തേക്കണേണ്. ഇനിയിപ്പോൾ അടുത്ത ആരും പുതിയ പാർട്ടി 5 വന്നതിനുള്ളെല്ലാം അറിയാൻ പറ്റുള്ളൂ. എല്ലാവരോടും ചോദിച്ചാൽ ഈ 10 കൊല്ലം കൊണ്ട് ചില ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ചില ആൾക്കാർ നല്ല കാര്യം പറയുന്നുണ്ട്. ആര് വന്നാലും നമുക്ക് ഉപകാരം ഉണ്ടാകണ ആളായിരിക്കണം. ആര് ഭരണത്ത് വന്നാൽ അത്രേ ഉള്ളൂ. എനിക്ക് പാർട്ടിയിൽ നിന്ന് പറയാൻ അറിയാനില്ല, അതാണ്. ആരെ നമുക്ക് ജയിക്കുള്ള നമുക്ക് ഉപകാരം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. കേരളം മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ UDF തരം കോയിക്കും. അതേ ട്രെൻഡാണ്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ ഇടതുപക്ഷത്തെ അനുകൂല സമീപനമാണ് വരാറുള്ളത്. അപ്പോൾ ഈ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവിരുദ്ധം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൂ. പിന്നെ കോൺഗ്രസ്സിൽ സാധാരണ ഇച്ചിരി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പഴയതിനായിട്ട് നല്ല ഒരുമയും ഒട്ടമയുമാണ്. അതുകൊണ്ട് UDF തരം കോയിക്കുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കോൺഗ്രസ് സാധാരണ ഉള്ളതാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ടൈം ആകുമ്പോൾ ഒരു ഇതുണ്ട്, അത് ആ ടൈമിൽ തന്നെ മാറുകയും ചെയ്ത്. പാർട്ടി നല്ല ഒറ്റക്കെട്ടാണ്, നല്ല വർക്കാണ് എല്ലാ സ്ഥലത്തും. UDFിൻ്റെ കേരളം മൊത്തത്തിൽ തരം കോയിക്കും. KC വേണുഗോപാലൻ ദേശീയതലത്തിൽ തിളങ്ങിയിരിക്കുന്ന ഒരു നേതാവാണ്. അതിലേക്ക് ഇനി അത് തല്ലൊടിച്ചാൽ ഇങ്ങാട് മേടിച്ചൊന്നും വരില്ല. അത് VD സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാകും. അത് KC വേണുഗോപാലൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നല്ല തിളങ്ങും അറിയുന്ന ആളുമാണ്. പെട്ടെന്ന് ഈ ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഓടിയൊന്നും കയറുന്ന സമീപനം ഉണ്ടാവില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് 5 കൊല്ലം സൂപ്പർ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. എറണാകുളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും. ആ ചരിത്രം കുറിക്കും. മെയ് 4-ാം തീയതി 11 മണിക്ക് UDFിൻ്റെ തരം കോയിക്കും. ഇവിടെ കാണും. ഇവിടെ മാത്രമല്ല എല്ലാ ഭാഗത്തും ഉണ്ടാവും. റൗണ്ടാണ് നമ്മൾ. LDF മൊത്തം തൂത്ത് വരും, അത്ര കുറപ്പാണ്. അത് ഈ 5 വർഷത്തെ 10 വർഷത്തിനുള്ള ഭരണം എന്ന് വെച്ചാൽ അത് അത്ര നല്ല ഭരണമാണ്. അതായത് എല്ലാവിധ മേഖലയും വികസനമല്ല. അതായത് ഗതാഗതമാണെങ്കിലും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എല്ലാ മേഖലയിലും പൊതുവെ നല്ലൊരു അഭിപ്രായം, ജനങ്ങളെ മൊത്തം അഭിപ്രായം. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിൽ എല്ലാവരും ഇത് തന്നെ പറയുന്നു, മറ്റൊരു മേഖലയും ചർച്ച ചെയ്ത് തന്നെയാണ്. LDF തന്നെ തീർച്ചയായും. LDF ഇപ്പോൾ 10 വർഷമായില്ലേ, ഇനി LDF വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല, പക്ഷേ LDF വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട്. LDF അങ്ങേരുടെ കഴിവുണ്ട്, നല്ല ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. വികസനം കുഴപ്പമില്ല. ഇപ്പോൾ ആരും സംഗതിയൊക്കെ ശരിയാകണ്ടല്ലോ, വിഴിഞ്ഞവും റോഡൊക്കെ ക്ലിയർ ആകണ്ടല്ലോ. LDF തന്നെ വരും. കോൺഗ്രസ് പോരാ, തല്ലുപിടുത്തം. BJPയുടെ ആരും പറയാറായിട്ടില്ല, കേന്ദ്രം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഭരണമാറ്റം സംഭവിക്കണമെന്ന് കഴിഞ്ഞാൽ ഈ UDFിൻ്റെ തമ്മിലടി മൂലം പിണറായി വിജയൻ ഒരു 72 സീറ്റിലെങ്കിലും
ജയിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 25 പേര് MLA തോറ്റെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ 3ാം വട്ടവും വരും, അത് ഉറപ്പ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തമ്മിലടി അത്രയ്ക്ക് അറിയാം, ജനം ഇതൊക്കെ കണ്ട് മടുത്തു. കോൺഗ്രസിൻ്റെ ഒരു പാഠമാകട്ടെ ഇനിയും ആണ്, വേറെ പറയാനൊന്നുമില്ല. ഇവരിങ്ങനെ തമ്മിലടിച്ച് തീരുകയുള്ളൂ. LDF വരാനാണ് 100% സാധ്യത. തുടർഭരണം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങളാണല്ലോ LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തുടർഭരണം ഇപ്പോൾ അനിവാര്യമാണത്. അതിലുള്ള നല്ല നല്ല വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ മേഖലകളിലും നല്ല ഒരു വികസനമാണ്. പക്ഷേ ഓട്ടോക്കാർക്ക് മാത്രമേ വികസനം ഇല്ലാണ്ടിരിക്കുന്നത്. UDF ചിലപ്പോൾ ഒരു 40% കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. ഉറപ്പാണ്, വരില്ല. നമ്മളതെല്ലാം അനുഭവിച്ചതല്ലേ. UDF വരും. AD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100ൽ മുകളിൽ സീറ്റ് വാങ്ങിച്ച് UDF അധികാരത്തിൽ വരും. അയാൾ വരില്ല, LDF വരികയില്ല, ഇല്ല. അത്രയും ഞങ്ങൾ നരയിച്ചിട്ടുണ്ട്, മതി. ഇനി കുറച്ച് മാറി ഭരിക്കട്ടെ, അല്ലാതെ എന്താ ചെയ്യുക? എല്ലാവർക്കും വേണ്ടേ? ഈ ഒരു റോഡ് വെട്ടിപ്പൊളിച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നിരത്തിയിടന്നെ, ഒരു പണിയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഈ ഓട്ടോക്കാർ കിടന്ന് നരയിക്കുക. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഒരു പച്ചക്കറി ആയാലും വേണ്ടില്ല, മത്സ്യമാംസം ആയാലും വേണ്ടില്ല, അരി ആയാലും വേണ്ടില്ല, എന്തിനായാലും. ഇപ്പം ഗ്യാസിൻ്റെ പണിയും തീർന്നു കഴിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ആർക്കും ജീവിക്കണ്ടല്ലോ. ഓട്ടോ ചാർജ് ആണെങ്കിൽ ഉള്ള കുണ്ടും കുഴിയിൽ ഞങ്ങൾക്ക് ചാടിയിട്ട് കിട്ടുന്നത് 3/4 ഭാഗം വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ ഉള്ളൂ. ഞങ്ങളും ജീവിക്കണ്ട, ഒരു കുടുംബം ജീവിക്കുന്നതാ. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചതാ, ഒരു സുഖമില്ലാത്ത കുട്ടിയുള്ളതാ, 34 വയസ്സായി, പെൺകുട്ടിയാ. ഈ ചെമ്പുമുക്ക് സ്നേഹനിലയത്തിലാണ് പഠിക്കണേ. ഞങ്ങൾക്കൊരു സഹായമില്ല. 39 കൊല്ലമായി ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നു. എന്തോരം നരയിക്കുന്നു. എത്ര സ്ഥലത്ത് എല്ലാ നാട്ടിലും ഓരോ വീടുകൾ വെച്ച് കൊടുക്കുന്നു, പിടിക്കുന്നില്ല. ഇവിടെ എന്താ ഉള്ളത്? ഈ ഇത് കൊച്ചിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. കട്ട് നിർത്തിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്, വേറെ ഒന്നിനല്ല. പിന്നീട് മറ്റാരുണ്ട് LDF അല്ലാതെ? അതിനുള്ള വികസനം നടന്നിട്ടില്ല നാട്ടിൽ. ഇപ്പോൾ കേരളമാണെന്ന് കണ്ടറിയില്ല, പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള വികസനം നടന്നിട്ടുണ്ട്. പിന്നെ മറ്റേ മുന്നണിയിൽ ആര് ഭരിക്കാനാ? ഇല്ല, UDF ജയിക്കില്ല. 100ൽ കൂടുതൽ സീറ്റ് മേടിച്ച് LDF ജയിക്കും. LDF തന്നെ വരുള്ളൂ. അത് പ്രത്യേകിച്ച് ചോദിക്കാനില്ല, അറിയാമല്ലോ എല്ലാവർക്കും. BJP വെറുതെ പേര് നിൽക്കണല്ലേ, ഒരു സീറ്റ് പോലും കിട്ടില്ല അവർക്ക്. ഇവർക്കും 100 മേലെ LDFന് വോട്ട് കിട്ടും. UDF ഭരിച്ചാലും അവർ ഇപ്പം തന്നെ തമ്മിലടിയല്ലേ, അവർക്ക് അങ്ങ് ആര് മുഖ്യമന്ത്രി ആവുമല്ലേ, അതൊരു പ്രശ്നമല്ലേ. അതിനുള്ള LDFൻ്റെ ഇനി ഇതിൽക്കുള്ള വികസനം എന്താ? നാട്ടിലെ വികസനങ്ങളും ആൾക്കാർക്ക് റേഷനായിട്ടാണെങ്കിലും പെൻഷനായിട്ടാണെങ്കിലും ഒക്കെ വീട്ടിൽ പൈസ എത്തില്ല. ഒരു വീട്ടിൽ എത്ര പെൻഷൻ കിട്ടുന്നുണ്ട്? 2-3 പെൻഷൻ കിട്ടുന്നുണ്ട് ഒരു വീട്ടിലൊക്കെ. പിന്നെ വിദ്യാഭ്യാസം, ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് മേഖല എല്ലാം എടുത്താലും അങ്ങനെയല്ലേ. എല്ലാ നല്ല നല്ല വികസനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. അവർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പെൻഷൻ അഭിനയിച്ച് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുമോ? ട്രാൻസ്പോർട്ടിൽ ലേഡീസിനൊക്കെ ഫ്രീ സൗകര്യം, യാത്രാ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞത്. ആ കമ്പനി കൂട്ടിപ്പോവും. ഇപ്പം തന്നെ എങ്ങനെ കമ്പനി നിൽക്കണമെന്ന് അറിയാമല്ലോ. അവർ നിലനിൽപ്പ് പറ്റല്ലേ നിൽക്കണത്. എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോൾ അവർ അതിനൊക്കെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സഹായമൊക്കെ വികസനങ്ങളൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. LDF വരണമെന്ന് ആഗ്രഹം. ഭരണമാറ്റം ഇവർ തന്നെ തുടരണം, LDF തന്നെ തുടരണം എന്നുള്ളൊരാഗ്രഹം. LDF വരണമെന്നവരാ. ഇത്രയും ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവർ വരണ്ടല്ലേ. ഇപ്പം എല്ലാത്തിനാണെങ്കിൽ പെൻഷനൊക്കെ അവർ കൂട്ടി. ഈ കോൺഗ്രസ് വന്നിട്ട് എന്തുകൊണ്ടാ ചെയ്തേക്കണം? എല്ലാ വികസനങ്ങളൊക്കെ അവർ തന്നെ എല്ലാം കൊടുത്തേക്കണം. LDF വന്നം അവർ തന്നെ